ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാറുവിന് മരുന്നെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം റൂമിലോട്ട് പോവാണ് കേട്ടോ. ഗൗതം റൂമിലോട്ട് പോകുന്നതിൻ്റെ ലക്ഷ്യം തന്നെ മൊബൈൽ എടുത്തിട്ടാണ്. തൻ്റെ അമ്മയുടെ ബർത്ത്ഡേ അത് താനില്ലാതെ കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധമുണ്ട് കേട്ടോ. ഇതേസമയം ഇപ്പുറത്തെ നിധിയും നിഖിലും അതുപോലെ തന്നെ നിർമ്മലയും കേക്ക് മുറിക്കാൻ ഗൗതമിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ എന്തായിരിക്കും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക, അവൻ വിളിക്കുന്നത് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ ഗൗതമിൻ്റെ വിളി റൂമിൽ നിന്ന് വരുന്നത്. ഗൗതമാണെങ്കിലും റൂമിൽ കയറിയ ഉടനെ കഥക്ക് കുറ്റിയിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഥകൊക്കെ കുറ്റിയിട്ട് ഗൗതം പെട്ടെന്ന് ഇങ്ങനെ തൻ്റെ അമ്മയ്ക്ക് വിളിക്കണം, അതായത് നിർമ്മലയുടെ ഫോണിലോട്ട് തന്നെ വിളിക്കുന്നത്. അങ്ങനെ നിർമ്മല ഫോൺ എടുക്കണം. അപ്പോൾ നിർമ്മല ഫോൺ എടുത്തിട്ടുണ്ട്. മോനെ നീ എവിടെയാടാ, നീ എങ്ങോട്ടാ പോകുന്നത്? അത് ഒന്നുമില്ല ആൻറ്റിക്ക് ഇവിടെ പാറുവിന് ചെറിയൊരു സുഖമില്ലാതായി. അത് കേൾക്കുന്ന നിധി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് നിർമ്മല എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ചെറിയൊരു ആക്സിഡൻറ്റ്, പക്ഷേ ഇതൊക്കെ വസുന്ധരയുടെ കളിയായിരുന്നു. വസുന്ധര കളിച്ച കളിയാണ്, അവർ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കളിച്ച കളിയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് വഴിയിലൂടെ വരുമ്പോൾ ചെറിയൊരു വണ്ടി വന്ന് തട്ടിയതാണ്, അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്നിട്ട് പാർവതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലില്ല, എന്തായാലും കേക്ക് മുറി നടക്കട്ടെ, എനിക്കിനി അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല നിധി, നീ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിയാൽ മതി. പാറു എന്തായാലും നിന്നെ അന്വേഷിക്കും, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നീ പെട്ടെന്ന് എത്താൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിധി ശരിയെന്ന് പറയണേ. അങ്ങനെ നിഖിലാണെങ്കിലോ ഈ മൊബൈൽ വാങ്ങാണ്, എൻ്റെ അമ്മയുടെ കേക്ക് കട്ട് ചെയ്യുന്നത് എനിക്ക് ലൈവായി കാണണം, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, എനിക്ക് പെട്ടെന്ന് ഫോൺ വെക്കും വേണം, പെട്ടെന്ന് കേക്ക് മുറിക്കുക എന്ന് പറയട്ടോ. അങ്ങനെ നിർമ്മല കത്തിയെടുക്കുന്നു. കേക്ക് മുറിക്കുന്ന സമയത്ത് ഇവർ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചൊല്ലി കേക്ക് മുറിച്ച് ഒരു പീസ് എടുത്ത് നിർമ്മല ഈ ഗൗതമിൻ്റെ ഈ ഫോണിൽ നിൽക്കുന്ന ഗൗതമിൻ്റെ എന്ന മോനെ, ഇതെൻ്റെ അമ്മയുടെ ഈ ഒരു കേക്കിൻ്റെ പീസ് ആദ്യം എൻ്റെ മോനാണ് തരാൻ ഞാൻ ആഗ്രഹിച്ചതെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഗൗതം ഞാൻ കഴിച്ചു അമ്മ, എനിക്ക് കഴിച്ചതുപോലെ തന്നെ ആയി, അതുകൊണ്ട് തന്നെ നിധി നീ അത് എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ആ ഒരു കേക്കിൻ്റെ പീസ് നിധിയുടെ വായിലോട്ട് വെച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ മുറിച്ച് എൻ്റെ അമ്മ 100 വർഷം ജീവിക്കട്ടെ, ഞാൻ ഇന്നല്ലേ എൻ്റെ അമ്മയെ കണ്ടത്, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ കഴിഞ്ഞ വർഷങ്ങളെല്ലാം കൂട്ടി എൻ്റെ അമ്മക്ക് ഒരുപാട് ആയുസ്സൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നിധിക്കും നിഖിലിനൊക്കെ ഒരുപാട് സന്തോഷമാവാണ്. എന്നാൽ ശരി, എന്നെ പാറു അന്വേഷിക്കും, മരുന്നിൻ്റെ പേരിൽ അങ്ങോട്ടേക്ക് പോകുന്നതാണ്, മരുന്നെടുക്കാൻ പോവാണ്, എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നിധി ചോദിക്കുകയാണ്, നിർമ്മലാമ്മേ നിങ്ങൾക്ക് സന്തോഷമായില്ലേ, നിങ്ങളുടെ സ്വന്തം മകൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കേക്ക് പീസൊക്കെ കഴിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടി ഇരിക്കാനായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ഇന്ന് സന്തോഷവതേന്, എനിക്കതിന് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നിധി എന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല, അത്രയും സന്തോഷമാണ് എനിക്ക്, കാരണം എൻ്റെ മകൻ്റെ മുന്നിൽ വെച്ച് തന്നെ കേക്ക് മുറിക്കാനും അങ്ങനെയൊക്കെ കഴിഞ്ഞു, എന്നാൽ ഞാൻ ഇനി പോട്ടെ, ഇനി അധികം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പോവുകയാണ് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലത്തെ ഒരു രംഗമാണ് കാണിക്കുന്നത്. പാറു ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവർക്കും കൊടുന്ന് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നിധിയും ഗൗതമും കയറി വരികയാണ്. അപ്പോൾ നിധി കയറി വരുമ്പോൾ തന്നെ പാറുവിനോട് പറയുകയാണ്, എൻ്റെ പാറു ആൻറ്റി നിങ്ങൾക്ക് സുഖമില്ലാതെ ഇരിക്കല്ലേ, ഈ സമയം ഇങ്ങനെ കാലുകൊണ്ട് എന്തിനാ ഇങ്ങനെ പണിയെടുക്കുന്നത്, ഞാൻ ചെയ്യാറുതല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് സംസാരം തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്ന ഒരു സുഖം എനിക്ക് വേറെയാണ്, നീ അവിടെ ഇരുന്ന മോളെ എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, എന്തിനാ പാറു ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ നിൽക്കുന്നതെന്ന്, വേണ്ട ഞാൻ തനിയെ എടുത്ത് കഴിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ ശരി നിങ്ങൾ ഇരിക്കും, ഞാൻ എന്തായാലും എടുത്ത് വെച്ച് എനിക്ക് നിങ്ങളുടെ പ്ലേറ്റിലോട്ട് ഇട്ട് തരാൻ പണിയൊന്നുമില്ല, നിങ്ങൾ ഇരിക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ കാണാം അങ്ങോട്ടേക്ക് ശിവാനി പറയുന്ന പ്രണവും കയറി വരുന്ന കേട്ടോ. അപ്പോൾ ശിവാനിയും പ്രണവിയും കണ്ടുകൊണ്ട് തന്നെ പാറു പറയുന്നുണ്ട്, ആ മക്കളെ ഭക്ഷണം കഴിക്കാൻ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും പ്രണവ്, അതെ നിങ്ങളോടൊന്ന് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഗൗതം ചോദിക്കാൻ എന്നോടോ? അപ്പോഴേക്കും പാറു, എന്താടാ നീ വിളിച്ചത്? അപ്പോൾ ഉടൻ തന്നെ നിങ്ങളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നിങ്ങൾ വന്നാൽ നന്നായിരുന്നു. അത് കേട്ടിട്ടാണ് കേട്ടോ വസുന്ധര താഴോട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഗൗതം ഇങ്ങനെ വരികയാണ്. അപ്പം നിധി ഇങ്ങനെ കൈമ പിടിക്കണം, വഴക്കിന് നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നിധി കൈമ പിടിക്കുന്നുണ്ട്. അങ്ങനെ പ്രണവ് വിളിച്ചിട്ട് ഇങ്ങനെ ഗൗതമിനോട് ചോദിക്കുകയാണ്, അതെ എനിക്ക് എൻ്റെ കമ്പനികളുണ്ടല്ലോ, ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്, അതായത് ഈ വീട്ടിലെ കാരണവരെന്ന് പറയാൻ ഞാനാണ്, എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ അച്ഛൻ്റെ കമ്പനികളെല്ലാം എനിക്ക് എൻ്റെ പേരിലാക്കി കിട്ടണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ഗൗതം പറയണേ, എന്താ നീ പറയുന്നത്, 4-5 കമ്പനികൾ പ്രണവിന് ഇന്ത്യക്ക് പേരിലാക്കി തന്നിട്ട് തന്നെ എനിക്കത് കൈകാര്യം ചെയ്യാനൊക്കെ അറിയുമോ എന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ അത് കേട്ടിട്ടാണ് വസുന്ധര അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ വസുന്ധര, പ്രണവ് നീ എന്തേ സംസാരിക്കുന്നത്? അതെ ഞാൻ നീ സംസാരിക്കുന്നത്, എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട്, എപ്പോഴും പ്രണവ് ഒട്ടനാണ്, പ്രണവ് ഒരു ജോലിക്ക് ഒരു കമ്പനി സ്വന്തമായിട്ട് ഇടാന്ന് പറഞ്ഞാൽ അതിലും പുച്ഛം, എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്നെ കളിയാക്കലാണ് കൂടുതൽ, എന്നാൽ എനിക്കത് കേട്ട് നിൽക്കാൻ കഴിയില്ല, അപമാനം സഹിച്ച് ഞാൻ ഒരു വിധമായി, അതുകൊണ്ട് പ്രണവിന് എന്തെങ്കിലും വേണം, പ്രണവിന് സ്വന്തമായ ഒരു കമ്പനി വേണം, അതുകൊണ്ട് എൻ്റെ കമ്പനികളെല്ലാം എനിക്ക് തന്നേക്ക്, ഞാൻ 4 കമ്പനി എനിക്ക് വേണമെന്ന് പറയാം കേട്ടോ.
അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതമിനെ ദേഷ്യം പിടിക്കുക. ഗൗതം പറയാൻ, പ്രണവ് നിനക്ക് ഇതിന് യാതൊരുവിധ എന്താണ് അധികാരവും അവകാശവും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നിനക്ക് അതിനുള്ള പക്വതയില്ല. മതി നിങ്ങൾ എന്നെ കൊച്ചു കുഞ്ഞിനെ പോലെ ഒന്ന് വളർത്തുന്നത്. എന്നിട്ട് നിങ്ങൾ ഒരു ഏട്ടൻ്റെ സ്ഥാനം എടുത്തിട്ട് നിങ്ങൾ ഈ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കുന്ന നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ. അപ്പോഴേക്കും അതൊരു വഴക്കിലോട്ട് എത്തുന്നത് നിധിക്ക് മനസ്സിലാവണം. അപ്പം നിധി പറയണേ, ഗൗതം നിർത്തിയേക്ക്. പ്രണവിന് എന്താ വേണ്ടത്? കമ്പനികൾ വേണം. അതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്തു കൊടുത്തേക്ക്. അവൻ ആ കമ്പനികളെല്ലാം വിട്ടുകൊടുത്തോട്ടെ എന്ന് പറയണ്ടോ. ഇതങ്ങ് കേട്ട ഉടൻ തന്നെ പാറു ചോദിക്കുകയാണ്, ഗൗതം ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ അനിയൻ ഈ നിൽക്കുന്ന പ്രണവിന് 4-5 കമ്പനികൾ നമുക്കുണ്ടല്ലോ, അതെല്ലാം ഇവൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അത് കേട്ട ഉടനെ ഗൗതം പറയണേ, എനിക്ക് എന്ത് എതിർപ്പമ്മേ? അവന് ആ കമ്പനികൾ നോക്കി നടത്താനുള്ള പക്വതയായിട്ടില്ല. ബിസിനസ് എന്നൊക്കെ പറയുന്നത് അതിൻ്റേതായ ലെവൽ വളർത്തി വലുതാക്കിയതാണ്. അപ്പോൾ അതിനുള്ള പക്വതയൊന്നും അവനായിട്ടില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എന്ത് എതിർപ്പ്? അവന് എൻ്റെ അനിയന് എന്ത് സ്വത്തും ഞാൻ എഴുതി കൊടുക്കുമെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന ശിവാനിക്കൊരു പുച്ഛം. അപ്പോൾ പ്രണവിന് ആ ഒരു പുച്ഛം ഉണ്ടിട്ട്, അപ്പോൾ വസുന്ധര എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അപ്പോഴേക്കും വസുനിയൊന്നും മിണ്ടാതിരിക്കുന്നു പാറു പറയാനായിട്ടോ. അങ്ങനെ ഈ സമയം വീണ്ടും ചോദിക്കണേ, നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എഴുതി കൊടുക്കുന്നതിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഗൗതം പറയുന്നത്, ഞാൻ എൻ്റെ പാറു പറഞ്ഞ പിന്നെ എനിക്കൊരു എതിർപ്പുമില്ല, ഞാൻ എഴുതി കൊടുക്കാം. അവന് പക്വതയും പ്രാപ്തിയും ഒക്കെ എൻ്റെ പാറു പറഞ്ഞാലുണ്ട്, ഞാൻ ഇപ്പം തന്നെ എഴുതി കൊടുക്കാം. അത് കേട്ടോടെ തന്നെ പാറു പറയണേ, എന്താണ് പ്രണവ് നിനക്ക് വേണ്ടത്? അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നീ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രണവിനോട് ഗൗതം പറയണേ, ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം അതിലോട്ട് ഒപ്പിട്ട് തരാം, ഞാൻ ഇപ്പം തന്നെ നിൻ്റെ പേരിലോട്ട് കമ്പനി എഴുതി തരാം. അത് കേൾക്കുന്ന ശിവാനിക്ക് ലഡുകൾ പൊട്ടിത്തുടങ്ങിയിട്ട് ഒരുപാട് ലഡുകൾ പ്രതീക്ഷയോട് പൊട്ടാണ്. അങ്ങനെ പാറു പറയണേ, എന്നാൽ നീ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുക ഗൗതം എന്ന് പറയണേ. അപ്പം നിധിയും പറയണേ, കണ്ണിട്ട് കാണിക്കണം, ഒപ്പിട്ട് കൊടുത്തേക്ക്. നമുക്ക് കുടുംബത്തിൻ്റെ സ്വസ്ഥതയാണ് വേണ്ടത്. സമാധാനം നഷ്ടപ്പെട്ട കുടുംബം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഗൗതം പ്രണവിൻ്റെ ആഗ്രഹം നടക്കട്ടെ, പ്രണവിന് ആ സ്വത്തുക്കൾ ഒപ്പിട്ട് കൊടുക്കുക, ആ കമ്പനികൾ ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറയണേ. അങ്ങനെ ഗൗതം പ്രണവിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു പേപ്പറുണ്ടല്ലോ, ആ പേപ്പറുകൾ മേടിക്കാൻ, അഗ്രിമെൻ്റ് പേപ്പറുകൾ മേടിച്ചിട്ട് ഗൗതം ആ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒപ്പിടാൻ നേരം വസുന്ധരയുടെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കാനുണ്ട്. വസുന്ധരയ്ക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തൻ്റെ മകൻ എപ്പോഴും രാജകുമാരനെ പോലെ നിൽക്കണമെന്നാണ് വസുന്ധരയ്ക്ക് പ്രണവിന് ആ സ്വത്തുക്കൾ കൊടുക്കുന്നത് വസുന്ധരയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ വസുന്ധര എന്തൊക്കെയോ ഒന്ന് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിൽ ഗൗതം ഇങ്ങനെ ഒപ്പിടുന്ന ആ സമയത്ത് തൻ്റെ പേന ആരോ പിടിച്ചു വലിക്കുന്നു. എല്ലാവരും ആകെ ഞെട്ടലോട് കൂടിയിട്ട് നോക്കുന്ന സമയത്ത് കാണുന്നത് പാറുവിൻ്റെ കയ്യിലാണ് കേട്ടോ ആ പേന. അപ്പോൾ തന്നെ പ്രണവ് പറയണ, അമ്മ എന്തേ കാണിക്കുന്നത്? എടാ നീ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എൻ്റെ മക്കളെ രക്തബന്ധത്തിലല്ല രക്തബന്ധത്തിൻ്റെ വില അറിയിച്ചാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. പൊക്കിൾക്കൊണ്ടി ബന്ധമുണ്ടെന്നുള്ള ആ ഒരു കരുതലിലാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. നീ ഇത്രയും വേർതിരിവ് ഇവനോട് കാണിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞാൻ ഇവൻ്റെ മനസ്സറിയാൻ വേണ്ടി, ഗൗതമിൻ്റെ മനസ്സറിയാനാണ് ഞാൻ അവനോട് ചോദിച്ചത്, ഈ സ്വത്തുക്കൾ നീ എഴുതി കൊടുക്കാൻ തയ്യാറാണെന്ന്. അപ്പോൾ അവൻ ഞാൻ വളർത്തിയ ആ ഗുണം കാണിച്ചു. എന്നാൽ നീ കാണിക്കുന്ന ഇപ്പം എന്നാൽ നിനക്ക് എല്ലാം വേണം, വേട്ടം വേണ്ട, വെട്ടിപ്പിടിക്കണം എന്നുള്ള ചിന്താഗതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആർക്കും എഴുതി കൊടുക്കില്ല. അവൻ്റെ മനസ്സ് എനിക്കറിയാൻ കഴിഞ്ഞു. ഒരിക്കലും അവൻ നിന്നിൽ നിന്ന് ഒന്നും വെട്ടിപ്പിടിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. എൻ്റെ മകൻ്റെ ഈ ഒരു കമ്പനികൾ അവൻ അധ്വാനിച്ചെടുത്തതാണ്. നീ ജനിച്ച സമയത്ത് തന്നെ നീ ഇങ്ങനെ പണിക്ക് പോയി നീ ഉണ്ടാക്കിയെടുത്ത കമ്പനി ഒന്നല്ല ഇത്. ഇവന് അതായത് ഗൗതം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ കഷ്ടപ്പെട്ടത് ഈ വസുന്ധരേൻ്റെ അല്ലേ. അപ്പോൾ വസുന്ധര പറയുന്നത്, ഞാൻ മാത്രമല്ല, ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്ര വലിയ ഉയർച്ചയിലൊന്നുമല്ല, ഗൗതമിൻ്റെ ബുദ്ധി കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയതെന്ന് വസുന്ധര അവിടെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം പാറു പറയുന്നത്, നീ എന്ത് തന്നെ പറഞ്ഞാലും ഈ എഗ്രിമെൻറ്റുകൾ ഞാൻ കീറിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റും പേനയൊക്കെ ഒടിച്ചിട്ട് വലിച്ചെറിയണം. ഒരിക്കലും നിൻ്റെ പേരിലോട്ട് ഈ സ്വത്തുക്കൾ വരില്ല എന്ന് പറയണം. അത് കേൾക്കുന്ന ഉടൻ തന്നെ ദേഷ്യത്തോടു കൂടി പ്രണവ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇത് കേട്ട ഉടൻ തന്നെ ശിവാനിയുടെ വാക്കുകൾ പോലെയാണ് ഇവിടെ എനിക്ക് സംസാരത്തിൽ തോന്നിയത് എന്നിങ്ങനെ പാറു പറയാൻ കേട്ടോ. ഇതിൽ ഓരോ വാക്കുകളും ശിവാനിയുടെ വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശിവാനി പറയുന്നത്, ഇതിലൊന്നും ആളല്ല എന്ന് പറയണം. അപ്പോൾ വസുന്ധരയ്ക്കും അതിലൊരു സംശയമുണ്ട് കേട്ടോ. അങ്ങനെ പ്രണവിൻ്റെ കൂടെ വേഗം ഓടുകയാണ് ശിവാനി. അങ്ങനെ പ്രണവും പ്രതീക്ഷകളൊക്കെ പോയി, ശിവാനി അതിലേറെ പ്രതീക്ഷകൾ പോയിരിക്കുകയാണല്ലോ. അങ്ങനെ റൂമിലോട്ട് ചെല്ലുമ്പോൾ ഉടൻ തന്നെ വസുന്ധര അങ്ങോട്ടേക്ക് കടന്നു വരാൻ കേട്ടോ. എന്നിട്ട് പ്രണവിനോട് ചോദിക്കാണ്, എടാ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാനൊരു രാജകുമാരനെ പോലെ വളർത്തിയ എൻ്റെ ഗൗതം എന്ന് ഈ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ഗൗതം തന്നെയാണ്. അവനാണ് ഈ നിലക്ക് വളർത്തിയെടുത്തത്. അവന് കമ്പനി നോക്കാതെ ഒറ്റയ്ക്ക് നീ കമ്പനി നടത്തുന്ന ഈ ബുദ്ധി ഒരിക്കലും നിൻ്റേതാവില്ല, ഈ നിൽക്കുന്ന ശിവാനിയുടേതായിരിക്കും. അപ്പോൾ തന്നെ പ്രണവ് പറയണേ, ആരുടെയും ബുദ്ധിയല്ല, എനിക്ക് സ്വയം തോന്നിയതാണ്, എനിക്ക് ആ കമ്പനികളെല്ലാം കിട്ടണം, അതൊരിക്കലും ഞാൻ ഉള്ളപ്പോൾ നടക്കില്ല എന്ന് പറയട്ടോ. അപ്പോഴേക്കും പ്രണവ് അവിടെ നിന്ന്
പോവാണ്. പിന്നീട് ദേഷ്യത്തോടു കൂടി വസുന്ധര പറയണേ, അതെ പ്രണവ് സംസാരിച്ച ആ രീതിയെല്ലാം നിന്റെ വാക്കുകളാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തോ കുരുഷ്ട ബുദ്ധി ഒപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രണവിന് ഇത്ര പെട്ടെന്ന് എല്ലാ കമ്പനിയും അവൻ്റെ പേരിലാവണമെന്ന് തോന്നിയത്. നീ ഇതിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ വസുന്ധര ആരാണെന്ന് നീ ശരിക്കും അറിയും. വസുന്ധരയുടെ ഒരു മുഖം നീ കണ്ടിട്ടുള്ളൂ. വസുന്ധര നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നിധിയെ പുറത്താക്കാനാണ്. പക്ഷെ ഒരിക്കലും നീ എൻ്റെ മകനെ പുറത്താക്കാൻ നോക്കരുത്. എൻ്റെ മകനെ തൊട്ട് കളിച്ചാൽ ഈ വസു ആരാണെന്ന് നീ ശരിക്കും അറിയുമെന്ന് പറഞ്ഞിട്ട് ശിവാനിക്ക് നല്ല താക്കീത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.